ഫ്രണ്ട് പോസ്റ്റും ബാക്ക് പോസ്റ്റും കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ പിന്നെ പുതിയ യാണ് അറ്റാച്ച് ചെയ്തതാണ്. അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഡബിൾ ക്രോഷയുടെ ഫ്രണ്ട് പോസ്റ്റും ബാക്ക് പോസ്റ്റുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 1 2 3 ചെയിനിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ചില സമയങ്ങളിൽ നമുക്ക് 2 ചെയിനിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതേ ഹൈറ്റ് വെച്ചാൽ മതി. എന്നിട്ട് യാൺ ഓവർ ചെയ്യാം. യാൺ ഓവർ ചെയ്തിട്ട് നമ്മുടെ ഒരു ചെയിൻ്റെ ഉള്ളിലൂടെ ഹുക്കിടുക. എന്നിട്ട് ബാക്കിലൂടെ വന്നിട്ട് അപ്പുറത്തെ ചെയിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് ഇങ്ങനെ കൊണ്ടുവരും. ഇതുപോലെ കൊണ്ടുവന്നിട്ട് യാണ് വലിക്കുക. അപ്പോൾ നമ്മുടെ ഹുക്കിൽ എത്ര ഉണ്ട്? 3 യാണുണ്ട്. എന്നിട്ട് ഡബിൾ ക്രോഷ് ചെയ്യുക. 1 2 ചെയിനിലൂടെ യാൺ ഓവർ ചെയ്ത് വലിച്ചു, വീണ്ടും യാൺ ഓവർ ചെയ്ത് വലിക്കുക. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്. ഇനി ബാക്ക് പോസ്റ്റ് സെയിം ചെയിൻ തന്നെ നമുക്ക് ബാക്ക് പോസ്റ്റും ചെയ്യണം. ബാക്ക് പോസ്റ്റ് കമ്പാരിറ്റീവ്ലി മറ്റേ ഫ്രണ്ട് പോസ്റ്റിനേക്കാളും ബുദ്ധിമുട്ടുള്ളതാണ് ബാക്ക് പോസ്റ്റ്. ഇതുപോലെ യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ ബാക്കിലൂടെ സെയിം ചെയിൻ്റെ ഗ്യാപ്പിലൂടെ ഇതിലൂടെ ഹുക്കിടുക. എന്നിട്ട് ഫ്രണ്ടിലൂടെ ഹുക്ക് ഈ ഗ്യാപ്പിൽ ഇങ്ങോട്ട് കൊണ്ടുവരിക. കണ്ടോ? ഇതുപോലെ ആയിരിക്കും. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് അതിലൂടെ വലിക്കുക. പിന്നെ നമ്മുടെ ഹുക്കിൽ എത്ര ഉണ്ട്? യാണ് 3 എണ്ണം. ബാക്കിലാണ് ചെയ്യുന്നത് കേട്ടത്. ഓക്കെ, നമ്മൾ ഡബിൾ ക്രോഷ് ചെയ്തു. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഒരേ ഗ്യാപ്പിൽ ഫ്രണ്ടിലും ബാക്കിലും ഒരു ഡബിൾ ക്രോഷ്. ഇത് ഫ്രണ്ട് പോസ്റ്റ്, ഇത് ബാക്ക് പോസ്റ്റ്. ഇതൊന്നും കൂടി കാണിച്ചു തരാം. നെക്സ്റ്റ് ഇതുപോലെ യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ അവസാനിച്ച ഗ്യാപ്പിൽ ആ ഗ്യാപ്പിൽ തന്നെ വീണ്ടും ഹുക്കിടുക. എന്നിട്ട് നെക്സ്റ്റ് ഗ്യാപ്പിനുള്ളിലൂടെ ഇതുപോലെ ഹുക്കിടുക. യാൺ ഓവർ ചെയ്ത് വലിക്കുക. എന്നിട്ട് ഡബിൾ ക്രോഷ് ചെയ്യുക. കണ്ടോ? ഇത് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ. ഇതേ ഈ ഗ്യാപ്പ് തന്നെ നമ്മൾ ബാക്ക് പോസ്റ്റും ചെയ്യണം. യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ബാക്കിലൂടെ എന്ത് ചെയ്യുക? ബാക്കിലൂടെ ഹുക്കിടുക. എന്നിട്ട് നെക്സ്റ്റ് ഗ്യാപ്പിൽ ചെയ്യുക. ഒരു മിനിറ്റ്. ബാക്കിലൂടെ നമ്മുടെ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഇവിടെ എൻഡ് ചെയ്യുക. നെക്സ്റ്റ്. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് വലിക്കുക. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, സ്ലോലി ചെയ്താൽ മതി. എന്നിട്ട് ഡബിൾ ക്രോഷ് ചെയ്യുക കേട്ടോ. ഇതാണ് ബാക്ക് പോസ്റ്റ് ഫ്രണ്ട് പോസ്റ്റ് സെയിം ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫ്രണ്ട് പോസ്റ്റ് ആൻഡ് ബാക്ക് പോസ്റ്റ്.